SSLC ഓണം എക്സാമില്ലേ നമുക്കിങ്ങനെ അവസാനിക്കാറായി. ഇനി നമ്മുടെ കയ്യിൽ 3 എക്സാംസ് ആണ് ബാക്കിയുള്ളത്. അതായത് നിങ്ങൾക്ക് ഏതാണ്, നമുക്ക് മൺഡേ രാവിലെ നിങ്ങൾക്ക് ഫിസിക്സ് എക്സാം ആണ്, ആൻഡ് ട്യൂസ്ഡേ നിങ്ങൾക്ക് 2 എക്സാംസ് ഉണ്ട്. രാവിലെ നിങ്ങൾക്ക് കെമിസ്ട്രി എക്സാമും ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ബയോളജി എക്സാമും ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കെമിസ്ട്രിയും ബയോളജിയും പഠിക്കാൻ നമുക്ക് എന്തില്ല, നമ്മുടെ കയ്യിൽ ദിവസങ്ങളില്ല. അത് മാത്രമല്ല ഇത് രണ്ടും കൂടെ ഒരു ഒറ്റ ദിവസമാണ് വരുന്നത്. അപ്പം നമ്മുടെ കയ്യിലുള്ള ഈ ഒരു 3 ദിവസം, ഫ്രൈഡേ ഉണ്ട്, സാറ്റർഡേ ഉണ്ട്, സൺഡേ ഉണ്ട്. അപ്പോൾ ഈ 3 ദിവസങ്ങൾ കറക്റ്റായിട്ടൊന്ന് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, പ്ലാൻ ചെയ്യുക മാത്രമല്ല അതൊന്ന് നിങ്ങൾ വർക്ക് ചെയ്യാൻ, നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ എക്സാംസ് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, നമുക്ക് അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് തന്നെ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ആണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഒന്ന് റെഡി മിസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മിസ് വേഗം ആ ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ്, നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ട്യൂസ്ഡേ ബയോളജി ഉള്ളത്, പിന്നെ രാവിലെ നമുക്ക് കെമിസ്ട്രി എക്സാം ആണ്, തിങ്കളാഴ്ചയാണ് നമ്മുടെ ഫിസിക്സ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മളിതേ ഫ്രൈഡേ, ഓക്കെ, ഫ്രൈഡേ ഈവനിങ്ങിൽ നമ്മുടെ ബയോളജിയുടെ കംപ്ലീറ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്ര ചാപ്റ്റേഴ്സാണ് ഉള്ളത്, നമുക്ക് 2 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഒന്നും പഠിക്കാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്കും, ഓക്കെ, പകുതി പഠിച്ചിട്ടുള്ള മക്കളാണെങ്കിലും ഇനി പഠിച്ച മക്കൾക്കാണെങ്കിൽ ഒരു കംപ്ലീറ്റ് റിവിഷനും എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു ചാപ്റ്റർ മാരത്തൺ പോകുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ബയോളജി എപ്പോൾ സെറ്റാക്കുന്നു, ഫ്രൈഡേ ഈവനിങ്ങിലുള്ള നമ്മുടെ ലൈവിൽ സെറ്റാക്കുന്നു. അതിനുശേഷം സാറ്റർഡേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സാറ്റർഡേ എന്താണ്, നിങ്ങൾക്ക് ഇവിടെ 2 ലൈവുകളുണ്ട്. സാറ്റർഡേ രാവിലെ 9 മണിക്ക് നമ്മൾ കെമിസ്ട്രിയുടെ കംപ്ലീറ്റ് ചാപ്റ്റർ മാരത്തൺ ആയിരിക്കും. അതായത് രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന ലൈവിൽ നമ്മൾ കെമിസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും. അതായത് ട്യൂസ്ഡേ നിങ്ങൾക്ക് 2 എക്സാം ഉണ്ട്. ആ 2 എക്സാമിനെയും കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഫ്രൈഡേയും സാറ്റർഡേ മോർണിംഗുമായിട്ട് നമ്മൾ തീർക്കുന്നു. ആൻഡ് സാറ്റർഡേ നിങ്ങൾക്ക് എന്താണ്, ഈവനിങ്ങിൽ നമ്മുടെ ഫിസിക്സിൻ്റെ കംപ്ലീറ്റ് ചാപ്റ്റർ മാരത്തൺ ഉണ്ടാകും. ഓക്കെ, ആൻഡ് സൺഡേ ഈവനിങ്ങിൽ നമ്മൾ ഫിസിക്സിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് ആൻഡ് മൺഡേ മോർണിംഗ് ബൂസ്റ്ററും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ നിങ്ങളുടെ ഫിസിക്സ് എക്സാം തകർത്തെഴുതും ഇല്ലേ. അത് കഴിഞ്ഞ് നിങ്ങൾ ഫിസിക്സ് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് വന്നാൽ അല്ലേ, മൺഡേ വൈകിട്ട് എന്താണ്, മൺഡേ വൈകിട്ട് ഇതേ നമ്മുടെ ബയോളജിയുടെയും കെമിസ്ട്രിയുടെയും കംപ്ലീറ്റ് ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മുടെ ബയോളജി ആൻഡ് കെമിസ്ട്രി ടീം ഉണ്ടാകും. അത് നമ്മൾ സെറ്റ് ആക്കുന്നു. നെക്സ്റ്റ് ഡേ നമ്മുടെ മോർണിംഗ് ബൂസ്റ്റർ, നമ്മുടെ എക്സാം നമ്മൾ അടിപൊളിയായിട്ട് എഴുതും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ്, ഈ കെമിസ്ട്രിയും ബയോളജിയും ഒരു ദിവസമാണ് വരുന്നത്, ഫിസിക്സ് ഉണ്ട്, നമുക്ക് പഠിക്കാൻ ദിവസമില്ല, ഇതൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല അല്ലേ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സിന് നിങ്ങൾക്ക് 2 ദിവസം കിട്ടി അല്ലെ, 2 ലൈവ് കിട്ടിയ ഒരു എഫക്റ്റ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ബയോളജിക്കും കെമിസ്ട്രിക്കും ഏകദേശം 2 ലൈവ് കിട്ടിയ ഒരു എഫക്റ്റ് ആണ് അല്ലേ. ആ രീതിയിൽ തന്നെ മോർണിംഗ് ബൂസ്റ്ററും കൂടെ കിട്ടുമ്പോൾ 3 ആയി. ഓക്കെ, ആ രീതിയിലായിരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം, ഫ്രൈഡേ കറക്റ്റ് നമ്മുടെ ബയോളജിയുടെ കംപ്ലീറ്റ് മാരത്തൺ അറ്റൻഡ് ചെയ്യുക. ആൻഡ് സാറ്റർഡേ ഈ മോർണിംഗിൽ നിങ്ങൾ കെമിസ്ട്രിയുടെ മാരത്തൺ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ഉണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊന്ന് നോട്ടൊന്ന് വെച്ച് റിവൈസ് ചെയ്യാം. ഓക്കെ, റിവൈസ് ചെയ്ത് സാറ്റർഡേ കറക്റ്റ് നമ്മളുടെ എന്താണ്, നമ്മുടെ ഫിസിക്സിൻ്റെ ഈവനിങ്ങിൽ ഫിസിക്സിൻ്റെ ലൈവിൽ വരിക. ദെൻ സൺഡേ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സാറ്റർഡേ ഫിസിക്സിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യുന്നു. ആൻഡ് സൺഡേ ഈവനിങ്ങിലെ ലൈവോട് കൂടി കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ചെയ്ത് സെറ്റാക്കുന്നു. റെഡി. അപ്പോൾ ഈ ഒരു പ്ലാൻ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെല്ലാവരും ഓക്കെ നമ്മുടെ ആ ഒരു ലൈക്കൊക്കെ ചെയ്യാം നമ്മുടെ വീഡിയോയ്ക്ക്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു സ്റ്റഡി പ്ലാൻ്റെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെല്ലാവരും റെഡി മിസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ ഒരു എക്സാമിൽ ലാസ്റ്റത്തെ 3 എക്സാമാണ് നമ്മൾ തകർത്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ വരിക, പഠിക്കുക, ഒന്ന് റിവൈസ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ.